ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകണം. ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് കേട്ടോ. പക്ഷേ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ടൊന്നും നമുക്ക് ക്യാമറയും തൂക്കി നടക്കാനൊന്നും പറ്റൂല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ തന്നെ ഇതാ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടോ. വൻ ടാസ്ക്കാണ് കേട്ടോ ഈ ഒരു മുറ്റടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ എളുപ്പം കടിയൊക്കെ ആയതുകൊണ്ട് എന്താക്കി നേരത്തെ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ ചായയും കടിയും ചോറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവാല്ലോലൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ നിൽക്കലുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എത്ര വെയിലായാലും പിന്നെ എന്തെന്നെ ആയാലും ഞാനത് നോക്കലില്ല കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ പോയിട്ട് മുറ്റൊക്കെ അടിക്കാൻ എന്നാൽ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. കാരണം മറ്റുള്ള പണികളൊക്കെ അവിടെ കിടക്കും ചെയ്യും. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഉപ്പുമാവാണ്, റവൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പിന്നെ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വന്ന് പിന്നെ അതുപോലെ പരിപ്പും പിന്നെ മുരിങ്ങക്കായും തേങ്ങ അരച്ചിട്ടൊക്കെയാണ് കേട്ടോ വെക്കണുണ്ടായിരുന്നത്. അപ്പോൾ അത് കുക്കറിലിട്ടിട്ടാണ് ഞാൻ പിന്നെ മുറ്റടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ. പിന്നെ വഴിയൊക്കെ നല്ലോണം അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് അത്യാവശ്യം സമയം പിടിക്കും കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിമൊക്കെ പോണത്. അങ്ങനെ ഇതാ ഏതായാലും ചോറും കറിയും അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. കാരണം മോനിക്ക് കൊണ്ടുപോകാണ്ടായതുകൊണ്ട് അങ്ങനെ അതൊക്കെ പിന്നെ പെട്ടെന്ന് ആയതുകൊണ്ട് ബാക്കിയുള്ള പണികൾ കേട്ടോ വൈകുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ മദ്രസ ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് 7 മണിക്കാട്ടോ തുടങ്ങണം. അപ്പോൾ ഒരു 6 മണിക്ക് എണീറ്റാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ് 6:00 മക്കൾക്ക് മദ്രസ തുടങ്ങണം. അപ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ എന്തായാലും എണീക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ 6 മണിക്ക് എണീറ്റാലും 8:30 ആകുമ്പോഴത്തേക്കും ചോറും കറിയും ചായയും കടിയൊക്കെ ആവട്ടോ. പിന്നെ അടിച്ചൊരു തുടക്കുക, പിന്നെ പെരുന്ന പാത്രങ്ങൾ കഴുകുക, അങ്ങനത്തെ തിരുമ്പുക കുളിക്കുക അങ്ങനത്തെ പണികളൊക്കെ കുറച്ച് പിന്നോട്ടുണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും അത് കഴിഞ്ഞ് നമ്മൾ ചായയും കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളെന്താക്കും വേഗം ഒക്കെ സെറ്റ് ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ അടുപ്പത്താണ് ഞാൻ ചിക്കൻ വരട്ടിയിട്ട് അങ്ങനെ ഇതാ ഉപ്പുമാവും പിന്നെ ഇതൊക്കെ എനിക്ക് കൊടുത്തുങ്ങാണ്ട് അങ്ങനെ മുത്തുമോനെ പറഞ്ഞു വെച്ചിട്ടോ. പിന്നെ എന്താക്കി കുറേ നേരം ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിരുന്നപ്പോൾ ഇങ്ങനെ തോന്നിട്ടോ ഒരു പായസം കുടിക്കണം തോന്നിയിട്ട് അങ്ങനെ ഇതാ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താക്കി മിക്സിയിൽ ഒന്ന് രണ്ടിട്ട് അങ്ങനെ നനച്ചുങ്ങാണ്ടൊന്ന് കറക്കിയെടുത്തു കേട്ടോ. അപ്പോൾ കുറേ നാളായിരുന്നു കേട്ടോ, അതായത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ പായസം ഇങ്ങനെ കുടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ആയാലും നല്ലോണം കുടിക്കൂട്ടോ. അവർക്ക് മധുരട്ടൊന്ന് കുത്തി കലക്കി കൊടുത്താൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ എല്ലാവരും ഇത് വെച്ച് ഉണ്ടാക്കണ മാതിരി ഒന്നല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണം. ഞാൻ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഉണ്ടാക്കുള്ളൂ. എന്തൊരു കാര്യം ഇപ്പോൾ ഒരു ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും എൻ്റെ പറഞ്ഞ രീതിക്ക് കണ്ടോ എൻ്റെ ഗോതമ്പൊക്കെ ഇവിടെ നല്ലോണം അങ്ങോട്ട് വെന്ത് നിൽക്കണം കേട്ടോ. പിന്നെ എന്താണ് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലോ ഒന്നും ഞാൻ ഇവിടെ ഒഴിക്കണമൊന്നുമില്ല കേട്ടോ. പാൽപ്പൊടി എന്താ പറയുക ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പലരും പല വിധത്തിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുക. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഗോതമ്പ് ഇതാ വെന്തിക്കണേക്ക് കുറച്ച് വെല്ലൊരുക്കി പാർന്നും ചെയ്തു. പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് എന്താക്കി തേങ്ങ ചിരകിങ്ങാണ്ട് അതൊന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കും കേട്ടോ. പിന്നെ ഇതാക്കണ നെയ്യിൽ ചെറുള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കട്ടോ. പിന്നെ ഞാൻ വെല്ലുള്ളി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതാക്കി അരിഞ്ഞേക്കും ചെറിയുള്ളി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താക്കി അതങ്ങനെ നെയ്യിൽ തൂമിച്ചിങ്ങാണ്ട് ദീക്കാനാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ എന്താക്കി നല്ലോണം ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നല്ല സ്മെല്ലായിരിക്കും ഇതിങ്ങനെ കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു കുടുക്ക കഴുകി വെക്കാൻ വേണ്ടിയിട്ട് എന്താക്കി എൻ്റെ പായസമൊക്കെ റെഡിയായപ്പോൾ വേറെ ഒരു കുടുക്കിക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. ഈ ഒരു പായസം ആയപ്പോൾ കുട്ടികളായാലും ഞാനായാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന മറന്നു പോയതാണ്. എപ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് വാലും തുമ്പില്ലാതൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം ഓർമ്മ ഉണ്ടാവില്ല. ഫസ്റ്റത്തേത് എടുക്കും ലാസ്റ്റത്തേതൊന്നും എടുക്കാൻ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇതിപ്പോൾ എടുക്കണതിന് എപ്പോഴാണെന്ന് വെച്ചാൽ മഗ്‌രിബിന് എല്ലാവരും ഉറക്കം കഴിഞ്ഞിട്ട് കുടിക്കാൻ കേട്ടോ. അന്നേരം പിന്നെ അപ്പോഴേക്കും പായസമൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാത്തതിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ലോണം കുടിക്കാൻ കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ ചിലവൊന്നുമില്ല കേട്ടോ അതൊന്നും ഉണ്ടാക്കാൻ. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ എന്താണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ നമുക്ക് നമ്മളെ അയൽവക്കക്കാർ ഇതാക്കണത് 2 പിന്നെ അവക്കാടോ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പിന്നെ കുട്ടികളെ എണീറ്റിട്ട് മുറിക്കാൻ നേരിട്ട് നിന്നതാണ് കേട്ടോ. അങ്ങനെ അതാ പിന്നെ നമ്മൾ പിന്നെ പായസം ഇതാക്കണം മക്കളും എല്ലാവരും കുടിച്ചിട്ട് പിന്നെ മുത്തുമോന് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഓന് കുടിക്കുള്ളൂ കേട്ടോ.
പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ്റെ സമയമല്ലേ, മക്കൾ പിന്നെ കളിക്കാൻ പോണവരുണ്ടാവും, ടി വിൻ്റെ മുന്നിലിരിക്കണവരും അതുപോലെ മൊബൈലിൻ്റെ മുന്നിലിരിക്കണവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയിമക്കൾ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് പോയി കിട്ടിട്ടോ. അതായാലും അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.